അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ മൻ യക്ലഉകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ ബൽ ഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിനാ ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം വലാ ഹും മിന്നാ യുസ്ഹബൂൻ ബൽ മത്തഅനാ ഹഉലാഇ വആബാഅഹും ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ അഫലാ യറൗന അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ അഫഹുമുൽ ഗാലിബൂൻ. സദഖല്ലാഹുൽ അലീം. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിശ്രമങ്ങൾ പരമകാരുണികൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അതിൻ്റെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തും പരലോകത്തും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സദാ വർഷിക്കുകയും ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 40 സൂക്തങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കുകയുണ്ടായി. സൂറ അംബിയ നാം മനസ്സിലാക്കിയ പോലെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ ഏകദേശം മധ്യഘട്ടത്തിൽ അവതീർണമായ സൂറയാണ്. ഈ സന്ദർഭത്തിലുള്ള സൂറകളുടെ പ്രത്യേകത, ഈ സൂറയും മറ്റു സൂറകളൊക്കെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ, പ്രവാചകത്വത്തിനെതിരിൽ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർത്തിയ തൗഹീദ് എന്ന ആദർശത്തിനെതിരിൽ സത്യനിഷേധികളിൽ നിന്ന് ഉയർന്ന വിമർശനങ്ങൾക്ക്, അവരുടെ സംശയങ്ങൾക്ക്, അവരുടെ ശത്രുതക്ക് മറുപടി പറയുന്ന, അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളെ പരിഗണിക്കുകയും ചിന്തിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക്, പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾക്ക് പാഠം ഉൾക്കൊള്ളാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രതിഫലമായിക്കൊണ്ട് ഇങ്ങനെയുള്ള സൂറകൾ, ആയത്തുകൾ അവതരിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ശത്രുക്കളായ ഒരുപാട് ആളുകൾ പ്രവാചകൻ തിരുമേനിയുടെ മിത്രമാവുകയും പ്രവാചകൻ തിരുമേനിയുടെ അനുയായിയാവുകയും പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ജീവിച്ച് ഇസ്ലാമിന് വേണ്ടി മരിച്ച ആളുകളെ ആയി മാറിയത് നമുക്ക് കാണാൻ സാധിക്കും. ശത്രുക്കളെ അവഗണിക്കാം. അവഗണന ഒരു തന്ത്രമാണ്. ശത്രുത എന്തുകൊണ്ട് എന്നത് ഒരു വലിയ ചോദ്യമാണ്. അജ്ഞത കൊണ്ടാവാം, തെറ്റിദ്ധാരണ കൊണ്ടാവാം, ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിലാവാം, നാം സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളുകൾ പറഞ്ഞതിൻ്റെ പേരിൽ. ഇപ്പോൾ മാതാപിതാക്കൾ പ്രവാചകൻ തിരുമേനിയുടെ ശത്രുപക്ഷത്താണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ തെറ്റിക്കാൻ പറ്റില്ല എന്ന നിലക്ക് ശത്രുപക്ഷത്ത് നിന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ ഉപ്പമാരും വല്യുപ്പമാരുമൊക്കെ അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്, ഇനി ഞങ്ങളായി മാറാൻ സന്നദ്ധരല്ല എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത്തരം ആളുകളുടെയൊക്കെ അവരുടെ ബോധത്തെ, അവരുടെ ചിന്തയെ, അവരുടെ കൺസെപ്റ്റുകളെ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഇത്തരം വിഷയങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഈ മറുപടി അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂറ അംബിയ, ആ പേര് തന്നെ അംബിയ എന്നാണ്, പ്രവാചകന്മാരാണ്. ഇന്ന് നാം പാരായണം ചെയ്ത ഈ സൂക്തങ്ങൾക്ക് ശേഷം പിന്നീട് മൂസ അലൈഹിസ്സലാമയെ പരാമർശിക്കുന്നുണ്ട്,
ഇബ്രാഹിം അലൈഹി ഇസ്ലാമയെ പരാമർശിക്കുന്നുണ്ട്. തുടർന്ന് ഒട്ടനവധി പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ടാണ് ഈ സൂറ മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ആദ്യമായി പ്രവാചകത്വം അവകാശപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പും ഒട്ടനവധി പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ പ്രവാചകന്മാരൊക്കെ ഈ ഖുർആൻ സൂക്തം അവതീർണമാവുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള മക്കയിലെ ആളുകൾക്കൊക്കെ സുപരിചിതരാണ് ഈ പ്രവാചകന്മാരൊക്കെ. പല കാരണങ്ങളാൽ ഇവരുടെ ചരിത്രം കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ബോധത്തെ ആ രൂപത്തിൽ അവരുടെ ചിന്തയെ ഉണർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ സൂറ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പരിഹാസം ഇവരുടെ വിമർശനത്തിൻ്റെ ഒരു വലിയ മുഖമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ വളരെ മോശമായി പരിഹസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉയർത്തിയ ആദർശത്തെ പരിഹസിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാരത്രിക ജീവിതം എന്ന് പറയുമ്പോൾ ഈ നുരുമ്പിയ എല്ലൊക്കെ കൊണ്ടുവന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, അല്ല മുഹമ്മദേ, ഈ എല്ലും നാളെ മനുഷ്യനായി വരുമെന്നാണോ നീ പറയുന്നത്? എന്തൊരു ബുദ്ധിശൂന്യമാണ് നിങ്ങളുടെ വാദം എന്ന് ആളുകളെ കയ്യടി കിട്ടാൻ വേണ്ടി, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ആളുകളുടെ മുന്നിൽ പ്രവാചകൻ തിരുമേനിയെ കൊച്ചാക്കാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. അതിനെയും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒറ്റക്കായി അതിൻ്റെ മറുപടി പറയുക സാധ്യമല്ല. അല്ലാഹു തആല നൽകിയ ഇൽമാണ് തിരുമേനിയുടെ അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറിജിനൽ സോഴ്സിൽ നിന്നുകൊണ്ട് പാരത്രിക ജീവിതം, മരണാനന്തര ജീവിതം അതെന്ത് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. വീണ്ടും അല്ലാഹു തആലയുടെ ഒരു സ്റ്റൈല്, ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യും, അവരെ കയറൂരി വിടും, അവർക്ക് അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് നോക്കുകയാണ് എന്താണ് ഇവർ ചെയ്യുന്നത്. ഒരു പരിധി വിട്ടാൽ, എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്, ആ പരിധി വിട്ടാൽ പിന്നീട് അള്ളാഹു ശക്തമായി പിടികൂടും. അള്ളാഹു ഷദീദുൽ ഇഖാബ്, അതിശക്തമായി അള്ളാഹു പിടികൂടും. അത് ഈ ലോകത്തും പിടികൂടിയിട്ടുണ്ട്, നാളെ പരലോകത്തും അള്ളാഹു താല പിടികൂടും. അങ്ങനെ അള്ളാഹു താല ഈ ലോകത്ത് വെച്ച് പിടികൂടിയ ഒട്ടനവധി ജനവിഭാഗങ്ങളുടെ ഉദാഹരണങ്ങൾ പ്രത്യേകിച്ച് മക്ക മദീന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപരിചിതമാണ്. അതിൻ്റെ പല പ്രാന്തപ്രദേശങ്ങളിലും അവർ യാത്ര ചെയ്യുന്ന വഴിയോരങ്ങളിലൊക്കെ അതിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ നിലനിൽക്കെ അതേക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അതുവഴി പോകുന്നില്ലേ, അതുവഴി പോകുമ്പോൾ നിങ്ങൾക്കത് കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പാരത്രിക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചും അല്ലാഹു തആലയുടെ ഈ അള്ളാഹുവെ ധിക്കരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഇതിൻ്റെ പ്രത്യാഘാതത്തെ സംബന്ധിച്ചും അല്ലാഹു തആല ഉണർത്തുന്നുണ്ട്. ഇതൊക്കെ ഉണർത്തുന്ന സമയത്തും അവർ ഈ സൂക്തങ്ങളുടെ തൊട്ട് മുമ്പുള്ള സൂക്തങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മനുഷ്യൻ ധൃതി കൂട്ടുകയാണ്, എന്താ വരാത്തത്, നീ പറയുന്ന ശിക്ഷ എന്താ ഇറങ്ങാത്തത്, ഇങ്ങനെ അവർ ധൃതി കൂട്ടുകയാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥനാവുക. ഇറങ്ങിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്ന രൂപത്തിലാണ് ഈ നിഷേധികളുടെ ഈ ഒരു ചോദ്യം. അവരിങ്ങനെ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ അവർ പ്രഷർ ചെലുത്തി എന്ന് കരുതി അല്ലാഹു തആല പിടികൂടൂല. അല്ലാഹു തആല ഈ ലോകത്ത് വെച്ച് ഒരു ജനവിഭാഗത്തെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ, പിടികൂടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണങ്ങളും മാനദണ്ഡങ്ങളുമുണ്ട്. ആ മാനദണ്ഡങ്ങൾ അല്ലാഹു തആല നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ലൂത്ത് അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ, അതുപോലെ അല്ലാഹു തആല ശിക്ഷിച്ച സമൂഹങ്ങളുടെ വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നൽകിക്കൊണ്ട് അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ മുന്നിലുണ്ട്. എന്നിട്ടും അവർ പ്രവാചകൻ തിരുമേനിയുടെ അടുത്ത് വന്ന് എന്താ വരാത്തത് എന്ന് ഇവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെ ചോദ്യങ്ങൾ, അവരുടെ നിഷേധം, അവരുടെ സംശയം, ഈ കാര്യങ്ങൾക്കൊക്കെ അല്ലാഹു തആല മറുപടി അവരെ അഡ്രസ്സ് ചെയ്യും. മറുപടി പറയുക എന്നതിനപ്പുറം അവരുടെ യുക്തിയെ ഉണർത്തുന്ന രൂപത്തിൽ അഡ്രസ്സ് ചെയ്യുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകത്തേക്ക് ഒന്ന് നോക്കുക. ഇന്ന് പ്രവാചകൻ തിരുമേനിക്കെതിരിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആരോപണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഖലീഫ ഉമർ
ഇന്ന് നമ്മളുടെ മലയാള മാധ്യമത്തിൽ വലിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. എത്രയെങ്ങാനും വിമർശനങ്ങളാണ് ഇസ്ലാമിനെതിരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാമിക കുടുംബങ്ങളിൽ ജനിച്ച് ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അങ്ങനെ ഒരു ജനവിഭാഗം തിരുമേനിയുടെ കാലഘട്ടത്തിലില്ല. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ജനവിഭാഗമുണ്ട്. കളവ് പറയാണ്. ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്ത് വന്ന ആളാണ്, ഞങ്ങൾക്കറിയാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എന്നിട്ട് നമ്മൾ പറയാം, നമ്മൾ ഈ പറയുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പുറത്തുള്ള ആളുകൾ ധരിക്കുക. അവർക്ക് ഭയങ്കര റീച്ചാണ്. അവർ പറയുന്നത് കേൾക്കാൻ, അത് പ്രചരിപ്പിക്കാൻ അവർക്ക് പിന്നാലെ കൂടാൻ ഒട്ടനവധി ആളുകളാണ്. അങ്ങനെ മുസ്ലിം പേരുകളുള്ള, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയുന്ന ആളുകൾ നിരന്തരം വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സംവാദങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ സംവാദങ്ങളിലൊക്കെ ഈ രൂപത്തിലുള്ള പരിഹാസങ്ങളാണ് ഉള്ളത് ഒരു വശത്ത്. മറുവശത്ത് ദൈവം, ദിവ്യത്വം എന്ന സങ്കല്പത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അവർ ഈ മതപരമായ ചുറ്റുപാടുകളൊന്നും അവർക്കില്ല. അവർ പൂർണ്ണമായും ഇത്തരത്തിലുള്ള മൂല്യങ്ങളെയും ദൈവിക കാഴ്ചപ്പാടുകളെയും അവർ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമല്ല എന്നാണ് അവർ പറയുന്നത്. ദൈവബോധം, മതം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, മനുഷ്യനെ ചൂഷണം ചെയ്യാനുള്ളതാണ്, അതിൻ്റെ ഉപാധികളാണ് എന്നൊക്കെ വലിയ വാക്കിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് അവർക്ക് ഇരയായി പോവുകയാണ്. ആ കുട്ടികളോട് സത്യസന്ധമായി അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന രൂപത്തിൽ അവർക്ക് മറുപടി പറയാൻ അവർ സംശയം ചോദിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും അവർ വീട്ടിലെ മുതിർന്ന ആളുകളോട്, രക്ഷിതാക്കളോടൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അത്തരം ചർച്ചകൾ തന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഇവർ ചെയ്യുക. അത് പക്ഷെ കുട്ടികൾക്ക് ദഹിക്കൂല. അവർക്ക് സത്യസന്ധമായ മറുപടി കിട്ടണം. അവർ വായിക്കുന്നത്, അവർ കേൾക്കുന്നത്. നമ്മളിന്ന് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നൂറുകണക്കിന് പ്രഭാഷണങ്ങളും മെസ്സേജുകളുമൊക്കെ ഈ അർത്ഥത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ അങ്ങനത്തെ ഒന്ന് കണ്ടാൽ പിന്നെ നിരന്തരം അവരുടെ പ്രൈം ഫേസിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം അഭിമുഖീകരിച്ച വിമർശനങ്ങളും പരിഹാസങ്ങളും അതുപോലെ തന്നെ അതിനേക്കാൾ ശക്തമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര ശക്തിയിൽ ഇവർക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, അബൂലഹബ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ്. ഒരർത്ഥത്തിൽ തിരുമേനിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ആളാണ്. അദ്ദേഹമാണ് തബ്ബലക്, നിനക്ക് നാശം എന്ന് പറഞ്ഞ് പ്രവാചകൻ ആ മുളച്ച് വരുന്ന സന്ദർഭത്തിൽ ആ മുള അങ്ങ് ചവിട്ടി അരക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നത്. അതിലൊരു ഇമ്പാക്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കുക. അതിലൂടെ പ്രവാചകൻ തിരുമേനിക്കുണ്ടായ മാനസികാഘാതം നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ഇടപെട്ടത്. തബ്ബത് യദാ അബി ലഹബിം വതബ്. പ്രവാചകനെ സംരക്ഷിക്കേണ്ടതുണ്ട്, പ്രവാചകന് കരുത്ത് നൽകേണ്ടതുണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, ലോകത്തെന്നും എങ്ങും ഏത് കാലഘട്ടത്തിലും പ്രവാചകൻ തിരുമേനിയുടെ അനുയായിയായി ആ സ്ഥാനത്ത് പിൻഗാമിയായി എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകൾക്കൊക്കെ കരുത്ത് ലഭിക്കേണ്ടതുണ്ട്. അപ്പം അന്ന് നടന്നതുപോലെ വിമർശനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതുപോലുള്ള വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വല്ലാതെ അസ്വസ്ഥരാവേണ്ട കാര്യമല്ല. ചിലപ്പോഴൊക്കെ ചില വിമർശനങ്ങളൊക്കെ കേട്ട് ആളുകളിങ്ങനെ വല്ലാതെ വൈകാരികമായി പ്രതികരിക്കാറുണ്ട്. അങ്ങനെ വൈകാരികമായി പ്രതികരിക്കേണ്ട കാര്യമില്ല. അല്ലാഹു തആല എങ്ങനെയാണ് ഇത്തരം വിമർശനങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ പാരത്രിക ജീവിതം, മരണാനന്തര ജീവിതം, ഇത് സാധ്യമാണോ എന്നാണ് അവരുടെ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് എത്ര സുന്ദരമായിക്കൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് വർണ്ണിച്ചുകൊണ്ട് അല്ലാഹു തആല മറുപടി പറഞ്ഞത്. സൂറത്തുൽ കഹ്ഫ് അവർ ചോദിച്ച ചോദ്യമാണ്. ആരാണ് അസ്ഹാബുൽ കഹ്ഫ്? എന്താണ് അവർക്ക് പറ്റിയത്? അവർ തിരുമേനിയോട് ചോദിച്ചതാ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി. ആദ്യം അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റിയില്ല.
പിന്നെ മറുപടി പറഞ്ഞപ്പോൾ അവരുന്നയിച്ച വലിയൊരു ചോദ്യത്തിന്, ഒരു സംശയത്തിന് മറുപടിയാണ്. ഒരു മനുഷ്യൻ 5 ആൾ 7 ആൾ, മനുഷ്യൻ മാത്രമല്ല മനുഷ്യനോടൊപ്പമുള്ള ഒരു നായയും 300 വർഷം ഉറങ്ങിക്കിടന്നു. ആ ഉറക്കിൽ നിന്ന് അവർ ഉണരുക. ആ ഉണരുന്ന സമയത്ത് 300 വർഷം മുമ്പ് അവർ ഉറങ്ങാൻ കിടക്കുമ്പോണ്ടായ മാനസികാവസ്ഥ എന്താണോ, വൈകാരികാവസ്ഥ എന്താണോ, അതേ വൈകാരികാവസ്ഥയിൽ തലേന്ന് അവർക്ക് വിശപ്പുണ്ട്. അതേ വിശപ്പോടുകൂടി ഇനിയും നമുക്ക് നിൽക്കാൻ വയ്യ, ഞങ്ങൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് എന്തെങ്കിലും തിന്നാൻ വാങ്ങിവാ, ശ്രദ്ധിക്കണം, അയാൾ വരും, അവർ കാണാൻ പാടില്ല. ആ ഒരു ചർച്ച ഇവർ ചോദിച്ച് പറയിപ്പിച്ചതാ. അള്ളാഹു സുന്ദരമായി മറുപടി പറയുന്നു. ഈ സൂറകൾ പാരായണം ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഈ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അള്ളാഹു താല ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ? പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാം, ഈ സൂറയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, മറ്റു സൂറകളിലും പരാമർശിക്കുന്നുണ്ട്. സൂറ ഇബ്രാഹിം ഈ ഖുർആനിലുണ്ട്. മൂസ അലൈഹിസ്സലാമയെ പരാമർശിക്കുന്നുണ്ട്. ഇവരൊക്കെ അനുഭവിച്ച ആ സന്ദർഭങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. അവരനുഭവിച്ച സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പീഡനങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇസ്രായേൽ ആൺകുട്ടികൾ ജനിക്കുമ്പോൾ ഒക്കെ കൊന്നു കളയാണല്ലോ, രാഷ്ട്രീയമാണ്. അയാളുടെ അധികാരം നഷ്ടപ്പെടുമെന്നുള്ളതാണ് പേടി. ഇസ്രായേലിൽ ഒരു ആൺകുട്ടി വളരാൻ പാടില്ല, അതുകൊണ്ടാണ് ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുന്നത്. പാഠമായി നമുക്ക് പഠിപ്പിച്ചു തരിക. അതുകൊണ്ട് ഈ സൂറകളൊക്കെ പാരായണം ചെയ്യുമ്പോൾ നമ്മളുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ ചുറ്റുപാടും നമ്മൾ തുറന്നു വെക്കുക. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്ക് അവഗണിക്കാം. ഞാൻ കേട്ടില്ല, പറഞ്ഞില്ല. അതേസമയം നമ്മൾ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്ന് ഇസ്ലാമിനെതിരിലുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ നമ്മളുടെ അടുക്കളയിൽ, നമ്മുടെ തീൻമേശയിൽ നമുക്കൊന്ന് ചർച്ചക്കിടാം. ഇന്ന ആൾ ഇന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഒന്ന് ചിരിക്കും. കുട്ടികൾ തന്നെ മറുപടി പറയും, എന്തൊരു പൊട്ടത്തരായ ആൾ പറഞ്ഞത്, അല്ലേ? അനുഭവം ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതൊരു ചർച്ചയായി. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ അവരുടെ വിശ്വാസം ഒന്നുകൂടി രൂഢമൂലമാവും. എന്നും നമ്മുടെ മുന്നിൽ വിഷയങ്ങളുണ്ട്. അതിന് അങ്ങനെ നമ്മൾ മറുപടി പറയുന്ന സമയത്ത് എങ്ങനെയാണ് മറുപടി പറയേണ്ടത്, അതിനുള്ള വളരെ കൃത്യമായ ഉദാഹരണങ്ങൾ ഈ സൂറയിലൂടെ, ഇതുപോലുള്ള സൂറകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമാണ്. അത് നമ്മുടെ കുടുംബ, സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ജീവിതത്തെ പരാമർശിക്കുന്ന ഒരു ദർശനമാണ്. അതേക്കുറിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ ഖുർആനിലുണ്ട്. അതോടൊപ്പം ഒരു വലിയ ജനവിഭാഗം ഇതിന് ശത്രുക്കളായി എന്നും ഉണ്ടായിട്ടുണ്ട്. അവരോടും ഖുർആൻ സംവദിച്ചിട്ടുണ്ട്. അവരുടെ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ ഇന്നും അത് പ്രസക്തമാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ, ഖുർആനിൻ്റെ ആത്മാവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതിനെ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതെങ്ങനെ പ്രസക്തമാവുന്നു എന്ന ഒരു വായന കൂടി ആ കൂട്ടത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. തൊട്ട് മുമ്പുള്ള 42-ാമത്തെ സൂക്തമാണ് ഞാനിപ്പം പാരായണം ചെയ്തത്. 2 മുതൽ. തൊട്ട് മുമ്പുള്ള സൂക്തത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ടാണ് അള്ളാഹു പറയുന്ന ശിക്ഷ ഇറങ്ങാത്തത്, എന്നിട്ട് അവർ പറയുന്നത് ആ ശിക്ഷ ഇറങ്ങാത്തത് കൊണ്ട് മുഹമ്മദ് സത്യപ്രവാചകനല്ല, അദ്ദേഹം സത്യപ്രവാചകനായിരുന്നെങ്കിൽ ശിക്ഷ ഇറങ്ങുമായിരുന്നു എന്നാണ് അവർക്ക് പറയാനുള്ളത്. അപ്പം അതിനുള്ള മറുപടി അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കെ അള്ളാഹു ചോദിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ മൻ യക്ലഉകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ ബൽ ഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ. അവരോട് ചോദിക്കുക, അങ്ങനെ സംസാരത്തിൻ്റെ വഴിയെ ഖുൽ അവരോട് ചോദിക്കുക, മൻ യക്ലഉകും, കല എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു എന്നാണ് അർത്ഥം. കല യക്ലഉ, ആരാണ് അവരെ, യക്ലഉക്കും, ആരാണ് നിങ്ങളെ സംരക്ഷിക്കുക, ബില്ലൈലി വന്നഹാർ, രാത്രിയിലോ പകലിലോ, മിനർ റഹ്മാൻ, പരമകാരുണികനിൽ നിന്ന്, അഥവാ പരമകാരുണികൻ രാത്രി നിങ്ങൾക്കൊരു ശിക്ഷ ഇറക്കിയാൽ. ഇപ്പോൾ നാടിൻ്റെ പല ഭാഗത്തും പല കാലഘട്ടങ്ങളിലും ഒരുപാട്
അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരം വെളുക്കുമ്പോഴേക്കും പല പ്രദേശങ്ങളും ചരിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൊടുങ്കാറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഭൂമി പിളർന്നു പോയിട്ടുണ്ട്, ഭൂമി അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പല ദുരന്തങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്ന് നമുക്കുണ്ട് അല്ലേ? ഭൂകമ്പങ്ങൾ ഉണ്ടായാൽ ഭൂകമ്പം അതിൻ്റെ അതിൻ്റെ അളവ്, ശക്തി എത്ര എന്ന് അറിയാനുള്ള കഴിവ് നമുക്കുണ്ട്. എന്തുകൊണ്ടുണ്ടായി എന്നും ഗവേഷണം നടത്താൻ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുല്ലൂരമ്പാറ മേഘസ്ഫോടനം ഉണ്ടായി. വളരെ പെട്ടെന്നാണ്. അള്ളാഹു ചോദിക്കുന്നു, ഇതുപോലുള്ള ദുരന്തങ്ങളിൽ നിന്ന്, അത് രാവിലാണെങ്കിലും പകലിലാണെങ്കിലും നിങ്ങളെ സംരക്ഷിക്കാൻ മയ്യക്കില ഉക്കു, ആരാണ് നിങ്ങളെ സംരക്ഷിക്കുക? ബില്ലൈൽ വന്നഹാർ, രാത്രിയിലാണെങ്കിലും പകലിലാണെങ്കിലും. ചിലപ്പോൾ ആളുകൾ സ്വസ്ഥമായി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നതാണ്, പിന്നൊരട്ടഹാസമാണ്. ആ ഉറക്കിലാണ് എല്ലാവരും ഞെട്ടി ഉണരുന്നത്. എന്താണ് എന്ന് തിരിയാതെ, വെളിച്ചല്ല, എങ്ങോട്ടാണ് ഓടേണ്ടത് എന്നറിയില്ല, സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ പകലാണ്. ദുരിതപ്പെയ്ത്ത് എന്നൊക്കെയാണല്ലോ നമ്മൾ ചിലപ്പം കാണാറുള്ളത്. ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിലുള്ള ദുരിതപ്പെയ്ത്തിനൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അള്ളാഹു ചോദിക്കുന്നു, കൊൽ, അവരോട് ചോദിക്ക്. പരിഹാസമാണല്ലോ മുന്നിലുള്ളത്, നിഷേധമാണല്ലോ മുന്നിലുള്ളത്. നിങ്ങൾക്കിതെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞുവെന്ന് നിങ്ങൾ പറയുന്നു. സാങ്കേതിക വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടത്തിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുന്നു. ദൈവം തോറ്റു എന്ന് നിങ്ങൾ പറയുന്നു. ശാസ്ത്രം വിജയിച്ചു എന്ന് പറയുന്നു. നിങ്ങൾക്ക് സാധ്യമാണോ രാവിലും പകലിലുമായി നിങ്ങളറിയാതെ നിങ്ങളെ മേലിറങ്ങുന്ന ഇതുപോലുള്ള ദുരിതപ്പെയ്ത്തിനെ ഇല്ലായ്മ ചെയ്യാൻ? ഇത്രയും കാലം നമ്മൾ ജീവിച്ചല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു ദുരന്തത്തെ നാം നേടിയെടുത്ത ഈ സാങ്കേതിക വൈജ്ഞാനിക അറിവ് വെച്ചുകൊണ്ട് തടയാൻ, ഒരു മഴ തടയാൻ മതി, അത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് മഴയെ തടയാൻ, പ്രളയം, വെള്ളപ്പൊക്കം അത്ര മതി, ഇനിയും പൊങ്ങിയാൽ ആളുകൾ പ്രയാസപ്പെടും, അത്ര മതി എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കുക, വെറുതെ ചോദിക്കുകയല്ല. ഇതിന് മുമ്പുള്ള സൂക്തങ്ങളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആകാശത്തെക്കുറിച്ച്, ഭൂമിയെ സംബന്ധിച്ച്, മഴയെ സംബന്ധിച്ച്, ഭൂമി കാനത്താ റത്തുക്കൻ, ഭൂമിയുടെ ആ ഉത്ഭവത്തെ സംബന്ധിച്ച് ഇത് ഒട്ടി നിന്നതായിരുന്നു. ആ ഭൂമിയുടെ ഉത്ഭവം മുതൽ ഭൂമി എന്താണ് എന്ന് വളരെ കൃത്യവും വ്യക്തവും ആധികാരികവുമായി അള്ളാഹു താല പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അള്ളാഹു ഏറ്റെടുക്കുകയാണ്. ആകാശവും ഭൂമിയും മഴയും എല്ലാം വ്യത്യസ്തമായ സൂക്തങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച് അള്ളാഹു താല എങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു ചോദിക്കുക, നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരി, നിങ്ങളിന്ന് നിയന്ത്രിച്ചോ, നിങ്ങൾക്ക് സംരക്ഷണമേകാൻ വേറെ ആളുണ്ടെങ്കിൽ ഓല വിളിച്ചോ. ഇബ്രാഹിം അലൈഹിസ്സലാമയെ നമ്രൂദ് പിടിച്ചുണ്ടോയല്ലോ. നീ പറയുന്ന ദൈവം ആരാ? അദ്ദേഹം വളരെ കൂളായിട്ട് മറുപടി പറയും, അല്ലദീ യുഹ്യി വ യുമീത്ത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഒരാളെ കൊന്നു, ഒരാളെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരാളെ പറഞ്ഞു വിട്ടു, ഞാനും ജീവിപ്പിച്ചു, ഞാനും മരിപ്പിച്ചു. അതിന് ഇബ്രാഹിം അലൈഹി സ്വലാം ഒന്നും പറഞ്ഞില്ല. മറ്റൊരു മറുപടി അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം സൂര്യനെ കിഴക്കുൽ ഉദിപ്പിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറയുന്നുണ്ട്. ഖുർആനിലൂടെയും മുൻ വേദഗ്രന്ഥങ്ങളിലൂടെയും ഒക്കെ അള്ളാഹു താല അത് ഏറ്റെടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ പിൻബലത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അള്ളാഹു, എൻ്റെ സൃഷ്ടാവ്, ഈ പ്രകൃതിയുടെ സൃഷ്ടാവ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിനെ നിയന്ത്രിക്കാൻ താങ്കൾക്കാകുമെങ്കിൽ തിരിച്ചു കൊണ്ടുപോവാം. പടിഞ്ഞാറ് ഉദിപ്പിച്ച് കിഴക്ക് അസ്തമിപ്പിക്കൂ. ഫബുഹിത്തല്ലദീ കഫർ, ആ സത്യനിഷേധി അവിടെ ഉത്തരം മുട്ടി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, സത്യസന്ധമായി ഈ ആളുകളോട് ഒരു 10 ചോദ്യം ചോദിച്ചാൽ ഉത്തരം മുട്ടുന്ന എത്രയെങ്ങാനും ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. കളവ് പറഞ്ഞ് പരിഹസിച്ച് ആ പരിഹാസത്തിൻ്റെ ബോഡി ലാംഗ്വേജോടുകൂടി കയ്യടി നേടാൻ എളുപ്പമാണ്. പക്ഷേ
കൃത്യമായ ആധികാരികമായ വെല്ലുവിളികൾ അള്ളാഹു നടത്തുന്നു. അതിലൊന്നാണ് കൊല്ലവരോട് ചോദിക്കുക, മൻ യക്ലഉകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ. പരമകാരുണികൻ, അവിടെയും നമ്മൾ നോക്കുക, പരമകാരുണികൻ. ശിക്ഷ ഇറക്കൽ പരമകാരുണികനല്ലല്ലോ. ഒരാളെപ്പോൾ നമ്മളെ മക്കളെ അടിക്കാറുണ്ട്. അങ്ങനെ അടിക്കുന്ന സമയത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും മുഖഭാവം കാരുണ്യമല്ലല്ലോ, ദേഷ്യം പിടിച്ച മുഖമല്ലേ, നോക്കാൻ ഇഷ്ടമല്ലാത്ത മുഖം. അല്ലാഹു തആല അഥവാ നിങ്ങളെ പിടികൂടുന്നുണ്ടെങ്കിൽ മിനർ റഹ്മാൻ, പരമകാരുണികൻ, ആ കാരുണ്യത്തോടു കൂടി തന്നെ, ആ കാരുണ്യത്തിൻ്റെ അനിവാര്യതയാണ് അവിടെ നിങ്ങളെ പിടിക്കുക എന്നുള്ളത്. അങ്ങനെ അള്ളാഹു പിടിക്കുകയാണെങ്കിൽ അവനിൽ നിന്ന് നിങ്ങളെ, ആ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരാണ്ടാവുക? ഉത്തരം പറയണം. ബൽഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ. ആരോട് പറയാൻ? ആരോട് പറയാൻ? ബൽഹും, പക്ഷെ അവരുടെ നിലപാടുകൾ എന്താ? അൻ ദിക്രി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ ദിക്റുകളിൽ നിന്ന്, ഉത്ബോധനങ്ങളിൽ നിന്ന് മുഅ്രിദൂൻ, പിന്തിരിഞ്ഞ് കളയുക. അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചാൽ മൂന്നെണ്ണം പോകും, അതിനൊന്നും മറുപടി പറയൂല. അല്ലേ? നമ്മളുടെ ഇവിടെ നടക്കുന്ന ചില സംവാദങ്ങളിലൊക്കെ വളരെ കൃത്യമായ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യത്തിനൊന്നും ഉത്തരം പറയൂല. എന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് വേറെ കുറേ കഥകൾ പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞു പോകും. ഇത് പണ്ടേ ഉള്ള സ്വഭാവമാണ്. ബൽഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ. അവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയുക, മുഖം തിരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിനാ ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം വലാ ഹും മിന്നാ യുസ്ഹബൂൻ. വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, അം ലഹും ആലിഹത്തുൻ, അവർക്ക് വേറെ ദൈവങ്ങളുണ്ടോ? ഖുർആൻ, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ദിവ്യബോധം എന്ന് പറയുന്നത് ഏകനായ അള്ളാഹുവാണ്. തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു തആല എല്ലാ ജനവിഭാഗങ്ങളിലേക്കും വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ. ഇതാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ആ സമൂഹങ്ങളിലൊക്കെ അള്ളാഹു അല്ലാത്ത ഒട്ടനവധി ദിവ്യന്മാർ ഇന്നുണ്ടല്ലോ, അല്ലേ? നമ്മൾ ആൾ ദൈവങ്ങളെന്ന് പറയും, മനുഷ്യ ദൈവങ്ങളെന്ന് പറയും. അതുപോലെ ചില പ്രകൃതി ശക്തികളെ ദൈവമായി സങ്കല്പിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനൊക്കെ ഉണ്ട്. അള്ളാഹു ചോദിക്കുന്നു, അം ലഹും ആലിഹത്തുൻ, അവർക്ക് വേറെ ദൈവങ്ങളുണ്ടോ? തംനഉഹും മിൻ ദൂനിനാ, അവരെ തടയുന്ന, മിൻ ദൂനിനാ, നമ്മളല്ലാത്ത, അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ദൈവങ്ങളെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന ആളുകളുണ്ടോ? ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, അങ്ങനെ ആരെയെങ്കിലും നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്താ? ലാ യസ്തതിഊന, അവർക്ക് സാധ്യമല്ല, നസ്റ അൻഫുസിഹിം, സ്വയം രക്ഷ പോലും സാധ്യമല്ലാത്ത ഈ സാധനങ്ങളെയാണല്ലോ നിങ്ങൾ ദൈവമായി കാണുന്നത്. വലാഹും മിന്ന യുസ്ഹബൂൻ. ഈ സഹിബ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുക, കൂട്ടിപ്പിടിക്കുക. അതുകൊണ്ടാണ് പ്രവാചകരോടൊപ്പം ജീവിച്ച ആളുകൾക്ക് നമ്മൾ സഹാബിമാർ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന ദൈവങ്ങൾക്ക് നമ്മളുടെ ഒരു കൂട്ടുമില്ല. വലാഹും മിന്ന യുസ്ഹബൂൻ, നമ്മോടൊപ്പം ഒരു സ്ഥാനവും അവർക്കില്ല. നമ്മൾ ആരെയും, അല്ലാഹു തആല ആരെയും അങ്ങനെ ചെറു ദൈവങ്ങളായി, കുട്ടി ദൈവങ്ങളായി ആരെയും നിശ്ചയിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ സഹായവും സപ്പോർട്ടും അവർക്കൊന്നുമില്ല. വളരെ വ്യക്തമായി പറയാം. അത് പറയാൻ കാരണമുണ്ട്. പ്രത്യേകിച്ച് മക്കയിലുള്ള അവർ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരുപാട് ബിംബങ്ങളുണ്ട്. ഈ ബിംബങ്ങളൊക്കെ തന്നെ ലാത്ത, ഉസ്സ, മനാത്ത എന്ന പേരുകളിൽ, വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ആളുകളൊക്കെ പുണ്യാത്മാക്കളായിരുന്നു. പണ്ട് അവർ നല്ല മനുഷ്യരായിരുന്നു. പിന്നെ അവർ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് എന്ന് കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ അള്ളാഹുവോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇവരിലൂടെ നമ്മൾ തേടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളുടെ കൂട്ടത്തിലും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവോട് നേരിട്ട് ചോദിക്കാൻ പറ്റൂല. അള്ളാഹുവോട് ചോദിക്കണമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളിലൂടെ ചോദിക്കണം. അങ്ങനെ അവരുടെ ഇതിലേക്ക് ഇങ്ങനെ കൊടുത്ത് അവരിലൂടെ അള്ളാഹുവിലേക്ക് ചോദിക്കാം. അള്ളാഹു പറയുന്നു,
അങ്ങനെ ഒരാളിലൂടെ അള്ളാഹു താല പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ വിളിച്ചിട്ടില്ലല്ലോ. അപ്പം അള്ളാഹുവോട് ഏറ്റവും അടുത്ത ആൾ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്, ഖലീലുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ. ഒരു കൂട്ടുകാരൻ്റെ പദവി വേറെ ആർക്കും അടുപ്പുണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ഒരു സ്ഥാനം, ഒരു കൽപ്പന അള്ളാഹുവിനുണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയെ ചേർത്തുകൊണ്ട് അള്ളാഹുവോട് ചോദിക്കുമായിരുന്നു? ഇല്ല, അങ്ങനത്തെ ഒരു സ്ഥാനം ഇസ്ലാമിലില്ല. പകരം അള്ളാഹു എന്താ പറഞ്ഞത്? ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ. എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയാ ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തുണ്ട്. നിങ്ങൾക്ക് എവിടുന്ന് എപ്പം വേണമെങ്കിലും ചോദിക്കുക. വീട്ടിൽ നിന്നാണോ, അടുക്കളയിൽ നിന്നാണോ, ഭക്ഷണം കഴിക്കുമ്പോഴാണോ, ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണോ, കുളിക്കുന്ന സമയത്താണോ, യാത്ര ചെയ്യുമ്പോഴാണോ, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ടാണോ അള്ളാഹുവോട് എന്തോന്ന് ചോദിക്കണം തോന്നി ചോദിച്ചോ. ഫഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട്. ഇതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദൈവവിശ്വാസം എന്ന് പറയുന്നത്. ഇതല്ലാത്ത ഒരു ദിവ്യസങ്കല്പവും ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള എല്ലാ അടിമത്തങ്ങളിൽ നിന്നും, എല്ലാ ദൈവബോധങ്ങളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. അള്ളാഹു പറയുന്നു, അംലഹും ആലിഹത്തുൻ, അവർക്ക് വേറെ ദൈവങ്ങളുണ്ട്. ഇലാഹിൻ്റെ ജമ്മാണ് ആലിഹത്ത്. നമ്മൾ പറയുന്നു ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാ, ഇലാഹു ഒന്നേ ഉള്ളൂ. നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ, നമ്മെ സംരക്ഷിക്കുന്ന, ഏതവസ്ഥയിലും നമ്മെ സഹായിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, സഹായിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മെ കേൾക്കുന്ന, മനസ്സിൻ്റെ അകതാരിലുള്ള നമ്മളെ തേട്ടങ്ങൾ പോലും അറിയുന്ന അള്ളാഹു, അതൊന്നാണ്. അള്ളാഹു ചോദിക്കുന്നു, അംലഹും ആലിഹത്തുൻ, നിങ്ങൾക്ക് അവർക്ക് വേറെ ദൈവങ്ങളുണ്ടോ? തംനാഹും മിൻ ദൂനിന, അവരെ സംരക്ഷിക്കുന്ന, തടയുന്ന, ഇതുപോലുള്ള നിങ്ങൾ കളിച്ചോളി, ഞങ്ങൾ ഏറ്റു, നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോളി, നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ ഇവിടെ ചിലരൊക്കെ പറയാറുണ്ട്, നിങ്ങളെ സംരക്ഷണമൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തു. ആർക്കും ആരെയും സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, ഇനിയിട്ട് കഴിയേയില്ല. മിന്ദൂനിന, അള്ളാഹു നമ്മളല്ലാതെ, ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം, അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കാൻ എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ തന്നെ സംരക്ഷിക്കാൻ സാധ്യമല്ല. ആ പ്രയോഗം നോക്കിയേ, ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം, സ്വയം സംരക്ഷണം അവർക്ക് സാധ്യമല്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ജനവിഭാഗത്തെ പല രൂപത്തിലും തൗഹീദ് പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഷിർക്കിൻ്റെ, ബഹുദൈവാരാധനകളുടെ, വിഗ്രഹാരാധനകളുടെ ആ അർത്ഥശൂന്യത അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അവർക്ക് മനസ്സിലാവുന്നില്ല, വിഗ്രഹങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൂടി വരിക. അങ്ങനെ അദ്ദേഹം ഒരു സൂത്രം ഒപ്പിച്ചു. എന്താണ് ആ സൂത്രം? അവർ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ ബുദ്ധിശൂന്യത അവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്കൊക്കെ അറിയുന്ന പോലെ ആ ആരാധനാലയത്തിലുള്ള ചെറിയ ചെറിയ വിഗ്രഹങ്ങളുടെ ഒക്കെ കഴുത്ത് വെട്ടി ആ മഴു വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ വെച്ചു, കെട്ടിക്കൊടുത്തു. എൻ്റെ കഴുത്ത് കെട്ടണ്ടെന്ന് പറയാൻ, അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കൂല എന്ന് പറയാൻ ഈ വലിയ ദൈവത്തിന് കഴിയുന്നില്ല. ഇനി അല്ല, എൻ്റെ കീഴിലുള്ള ചെറിയ ദൈവങ്ങളെ സംരക്ഷിക്കാനുള്ള ആ ഉത്തരവാദിത്വം അതിന് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. പിറ്റേന്ന് ഇവരൊക്കെ കൂടി പ്രാർത്ഥനയ്ക്ക് വന്നതാണ്. കൊണ്ടുവന്ന അവരുടെ ആ കാഴ്ച വസ്തുക്കളൊക്കെ വെക്കാൻ ദൈവങ്ങളില്ല, ഒക്കെ തല പൊട്ടിക്കിടക്കുക. ചർച്ചയായി, പ്രശ്നമായി. യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പലരും പറഞ്ഞു, പിടിച്ചു കൊണ്ടുവന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞ വളരെ യുക്തിപരമായ മറുപടി ഉണ്ടല്ലോ, എല്ലാം ചത്തിട്ടില്ലല്ലോ, എല്ലാത്തിൻ്റെയും കഴുത്ത് പോയിട്ടില്ലല്ലോ, വലിയ ദൈവം ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ, അതിനോടൊന്ന് ചോദിച്ചു നോക്കി. അപ്പം അവരുടെ മറുപടി അതാണ് അതിൽ വലിയ രസം. അതിനോട് ചോദിച്ചിട്ട് കാര്യമല്ല എന്ന് നമുക്കറിയില്ലേ. ഈ കല്ലിനോട് ചോദിക്കാനാണോ നീ പറയുന്നത്? അതിനോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഇബ്രാഹിം അലൈഹി ഇസ്ലാം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, മനുഷ്യന്മാർ അത് തന്നെയാണ് ഞങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. പറഞ്ഞാൽ കേൾക്കാത്ത, സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത, ആരെയും സഹായിക്കാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളോട് പിന്നെ നിങ്ങളെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ അതവർക്ക് പറ്റിയില്ല. എന്താ ചെയ്തത്? ഇതിൻ്റെ അടുത്ത ആയത്തുകളിൽ പറയുന്നുണ്ട്,
അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചത്. അങ്ങനെയാണല്ലോ അഗ്നികുണ്ടാരം ഉണ്ടായത്. പക്ഷെ അല്ലാഹു തആല അതിഗംഭീരമായി ഇബ്രാഹിം അലൈഹിസ്സലാമയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാണ്, അപ്പോൾ ഈ ബുദ്ധിരാഹിത്യം അതവരെ ബോധ്യപ്പെടുത്തുക. അവർക്ക് അവരെ തന്നെ സ്വയം സംരക്ഷണം. ഇപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ ആൾ ദൈവങ്ങളായിട്ട് ആളുകളുണ്ട്. ഈ ആൾ ദൈവങ്ങളുടെ കാലാവധി എത്രയാണ് അല്ലേ? അവർക്കൊരു സമയമുണ്ടല്ലോ, അവരും മനുഷ്യരാണ്. അവരുടെ ടൈമായാലും ഓലും മരിച്ചു പോകും. ഒരു കാലഘട്ടത്തിൽ ഭയങ്കര പ്രസിദ്ധരായിരുന്ന, അങ്ങനെ ജ്വലിച്ചു നിന്ന കുറേ ആൾ ദൈവങ്ങളുണ്ടായിരുന്നു. ഇപ്പം അവരെക്കുറിച്ചൊന്നും കേൾക്കാനില്ല. എവിടെ പോയി? ദൈവമാകുമ്പോൾ എല്ലാ സമയത്തും ഒരുപോലെ ഉണ്ടാവണമല്ലോ. അവർക്ക് അവരെ തന്നെ സംരക്ഷിക്കുക സാധ്യമല്ല. ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം, അവർക്ക് അവരെ തന്നെ സംരക്ഷിക്കുക സാധ്യമല്ല. വലാഹും മിന്നാ യുസ്ഹബൂൻ, നമ്മളെടുത്ത് അവർക്കൊരു കൂട്ടുമില്ല. നീ ദൈവം ദൈവം എന്ന് പറഞ്ഞിട്ട് അതിനെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമല്ല. അത് ദൈവമല്ല, ഈ ഗണത്തിൽപ്പെട്ടവരല്ല. നമ്മളുമായിട്ടുള്ള സഹബത്ത്, ആ ഒരു ഒരുമിക്കൽ അവർക്കൊന്നുമില്ല തന്നെ. നമ്മളുടെ ഒരു സപ്പോർട്ടും അവർക്കുണ്ടാവുകയില്ല. ബൽ മത്തഅനാ ഹഉലാഇ വആബാഅഹും ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ അഫലാ യറൗന അന്നാ നഅതിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ അഫഹുമുൽ ഗാലിബൂൻ. എന്നിട്ട് അല്ലാഹു തആല ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ഇവരൊക്കെ ഇങ്ങനെ ഇവരുടെ ഈ ശിർക്കിലും അവരുടെ തെറ്റായ വിശ്വാസങ്ങളിലൊക്കെ അവരിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ബൽ മത്തഅനാ ഹഉലാഇ വആബാഅഹും, നമ്മൾ അവർക്ക് എന്ന് പറഞ്ഞാൽ മത്താ എന്ന് പറഞ്ഞാൽ ചരക്ക്. മത്തഅന, അവർക്ക് നാം സൗകര്യം ചെയ്തു കൊടുത്തു. ഒരുപാട് സാമ്പത്തിക വിഭവങ്ങൾ നൽകി, അഭിവൃദ്ധി നൽകി. ഈ ഭൗതിക ജീവിതത്തിൽ അടിപൊളി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ അവർക്ക് നൽകി. ബൽ, പക്ഷെ നാം മത്തഅനാ ഹഉലാഇ, ഈ ആളുകൾക്ക് ധാരാളം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. വആബാഅഹും, അവരുടെ പ്രപിതാക്കൾക്കും അവരുടെ പൂർവ്വപിതാക്കൾക്കും. അപ്പോൾ അവരുടെ വാപ്പപ്പൂപ്പന്മാർക്കും അവരുടെ കഴിഞ്ഞ തലമുറക്കും ഈ തലമുറക്കും ഒട്ടനവധി അധികാരങ്ങളും സാമ്പത്തിക വിഭവങ്ങളും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഒക്കെ കൊടുത്ത്. ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ, അങ്ങനെ ഒരുപാട് കാലം അങ്ങ് കഴിഞ്ഞു പോയി. അങ്ങനെയാണല്ലോ, അധികാരം തുടർഭരണം കിട്ടുമ്പോൾ അഹങ്കാരം കൂടും. സാമ്പത്തിക അഭിവൃദ്ധി കുഴപ്പമില്ല എന്ന് തോന്നും. അങ്ങനെ താല അലൈഹിമുൽ ഉമർ, കുറേ കാലം അങ്ങോട്ട് കഴിയുമ്പോൾ അവർക്ക് തോന്നും നമ്മളൊന്നും കുഴപ്പമില്ല, ഇത് നമ്മുടേത് തന്നെയാണ് എന്ന് അവർക്ക് തോന്നും. ഇതാണ് സംഭവിച്ചത്. ഈ ആളുകൾക്കൊക്കെ അല്ലാഹു തആല ഒരുപാട് ആയുരാരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ കൊടുത്തു. പക്ഷേ എന്നും അതുണ്ടാവില്ലല്ലോ അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക. അധികാരമുള്ള ആളുകൾക്ക് അധികാരം നഷ്ടപ്പെടുന്നുണ്ട്, ആരോഗ്യമുള്ള ആളുകൾക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്. അതിഗംഭീരമായി പ്രസംഗിച്ച ആളുകൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ ആവുന്നുണ്ട്. കാണാൻ വരുന്ന ആളോട് ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥകളുണ്ട്. നല്ല സാമ്പത്തിക ഐശ്വര്യമുള്ള ആളുകൾ ഒന്നുമില്ലാതാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അല്ലാഹു തആല മത്തഅനാ ഹഉലാഇ വആബാഉഹും, അവർക്കും അവരുടെ പൂർവ്വപിതാക്കൾക്കും ഒക്കെ ഈ ഐശ്വര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഹത്താ ത്വാല അലൈഹിമുൽ ഉമർ, ഒരുപാട് കാലം അങ്ങനെ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഞങ്ങൾ കുഴപ്പമില്ലാന്ന്. പക്ഷേ അഫലാ യറൗന അന്നാ നഅതിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, അവരുടെ അധികാരങ്ങൾ ചുരുങ്ങി വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അവരുടെ അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കുറഞ്ഞു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്തൊക്കെയായിരുന്നോ അവർ അനുഭവിച്ചിരുന്നത്, ആസ്വദിച്ചിരുന്നത്, അതൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്തൊരു ചോദ്യമാണ്. അഫലാ യറൗന, അവർ കാണുന്നില്ലേ? അന്നാ നഅതിൽ അർള നൻഖുസുഹാ, ഭൂമിയെ നാം ചുരുക്കിക്കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ? മിൻ അത്റാഫിഹ, അതിൻ്റെ പല പാർശ്വങ്ങളിൽ നിന്നും. രണ്ടർത്ഥത്തിൽ നമുക്കിത് മനസ്സിലാക്കുക. ഭൂമി ചുരുങ്ങലെപ്പോഴാ അല്ലേ? ഭൂമി കുടുസായിട്ട് നമുക്ക് അനുഭവപ്പെടല എപ്പോഴാ? ഭൂമി വിശാലമായിരുന്നു, എനിക്ക് തോന്നിയ പോലെ പോവാമായിരുന്നു, ഇപ്പം അനങ്ങാൻ വയ്യ അല്ലേ? നമ്മുടെ ലോകം ആ ബെഡിൽ മാത്രമായിപ്പോയി. ഭൂമി വിശാലമായിട്ട് കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്തായി? കുടുസായി. എൻ്റെ അടുത്ത് സാമ്പത്തിക ഐശ്വര്യങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല, കുടുസായി. നൻഖുസുഹാ മിൻ അത്റാഫിഹ, അതിൻ്റെ വിവിധ വശങ്ങളിലൂടെ അതിങ്ങനെ ചുരുങ്ങി 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 വന്നു.
അധികാരമാണെങ്കിലും സാമ്പത്തിക വിഭവമാണെങ്കിലും ഏതൊരു മനുഷ്യന് എത്ര കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ അവർക്ക് കൊടുക്കുന്നത് പടച്ച തമ്പുരാനാണ്. അല്ലാഹു തആല പിടിക്കാൻ തീരുമാനിച്ചാൽ അത് പിടിക്കും. അത് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നീട്ടിക്കൊടുക്കും. അതോടൊപ്പം മറ്റൊരർത്ഥത്തിലും ഇങ്ങനെയൊക്കെ ഐശ്വര്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഭൂമി ചെറുതായി പോവാറുണ്ട്. ഭൂമി ഭൂകമ്പങ്ങളിലൂടെ അത് കഷ്ടങ്ങളാവുന്നുണ്ട്. ഭൂമി ഉള്ളിലേക്ക് ആയി പോകുന്നുണ്ട്, കീഴ്മേൽ മറയുന്നുണ്ട്. ഭൂമിയുടെ ചില ഭാഗങ്ങൾ അതിൻ്റെ അത്രാഫ് അരികുകൾ ചെത്തില്ലാതായി പോകുന്നുണ്ട്. അങ്ങനെയും നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ഐശ്വര്യങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിലും അതൊക്കെ എന്താകുന്നു? അതൊക്കെ നങ്കുസുഹാമിൻ അത്രാഫിഹ, അതിൻ്റെ വിവിധ വശങ്ങളിലൂടെ അത് ചെറുതായി വരുന്നത്, ചുരുങ്ങി വരുന്നത് അവർ കാണുന്നില്ലേ? അപ്പോൾ വലിയൊരു വർത്താനം അള്ളാഹു പറഞ്ഞു. അവർക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? ഈ അഹങ്കാരത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും ഒക്കെ കാരണം എന്താ? അവർക്കും അവരുടെ പൂർവ്വപിതാക്കൾക്കും ഒക്കെ ഒരുപാട് ഐശ്വര്യങ്ങൾ നമ്മൾ നൽകി, ഭൗതിക വിഭവങ്ങൾ നമ്മൾ നൽകി. പക്ഷേ അത് നിലനിർത്താൻ ഇപ്പോൾ ചില തറവാടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിരുന്നു. ഒന്നുമില്ലാതായ എത്രയെങ്ങാനും തറവാടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെവിടെ നോക്കിയാലും പേരിന് പോലും ഇല്ലാത്ത തറവാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ചുരുങ്ങിപ്പോയി. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വകല്ലാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അഫഹമുൽ ഗാലിബൂൻ, അള്ളാഹു ചോദിക്കുകയാണ്, അഫഹമുൽ ഗാലിബൂൻ, എന്നിട്ടും നിങ്ങൾ അതിജയിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പം നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇതൊന്നും ഇല്ലപ്പോൾ, എന്നിട്ടും നിങ്ങൾ വിജയിക്കുമോ? അവിടെ വിജയിക്കുന്നതാരാ? അള്ളാഹുവാണ്. നിങ്ങൾക്ക് വിജയിക്കുക സാധ്യമല്ല എന്ന് അള്ളാഹു താല വ്യക്തമാക്കുന്നു. ഞാൻ പറഞ്ഞത് ക്ലിയറാണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ. അപ്പോൾ അള്ളാഹു ആദ്യ സൂക്തത്തിലൂടെ ചോദിച്ചത്, രാവോ പകലോ എന്തെങ്കിലും ദുരന്തങ്ങൾ അള്ളാഹുവിൻ്റെ പക്ഷത്ത് നിന്ന്, പരമകാരുണികൻ്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ നിങ്ങളെ സംരക്ഷിക്കാൻ ആരാണുള്ളത്? നിങ്ങളുടെ സംരക്ഷണ അമ്മാവന്മാർ ആരാണ്? പക്ഷേ ഈ ദിക്റുകളൊന്നും അവർ ചെവി കൊള്ളുന്നില്ല. ഇത് പറഞ്ഞെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അവർ പിന്തിരിഞ്ഞ് കളയുകയാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, അംലഹും ആലിഹ, നിങ്ങൾക്ക് വേറെ ദൈവങ്ങളുണ്ടോ? ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ തടയുന്ന അള്ളാഹു അല്ലാത്ത, മിൻ ദൂനിന, അള്ളാഹു അല്ലാതെ വേറെ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടോ? അതാണ് നിങ്ങളുടെ ധൈര്യമെങ്കിൽ, അതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ, ആ ദൈവങ്ങൾ അവരെ സ്വയം സംരക്ഷണത്തിന് പോലും സാധിക്കാത്തവരാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ഇടവും ഉണ്ടാവുകയുമില്ല. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്കും അവരുടെ കഴിഞ്ഞ തലമുറകൾക്കും അള്ളാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകി. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു പോയി. ഒരുപാട് കാലം പ്രതാപത്തോടു കൂടി അവർ ജീവിച്ചു. പക്ഷേ ആ പ്രതാപങ്ങളൊക്കെ അസ്തമിച്ചു പോയി. എൻ്റെ പൂപ്പാക്കരാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പഴയ കഥ പറഞ്ഞ് നിൽക്കാനല്ലാതെ ഇപ്പല്ല, ഒന്നുമില്ല. നിങ്ങളെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോയി. അഫഹമുൽ ഗാലിബൂൻ, ഇനി നിങ്ങൾ വിജയിക്കുന്നതിനാണോ നിങ്ങൾ പറയുന്നത്? ഖുൽ ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹി വലാ യസ്മഉ സുമ്മ ദുആ ഇദാ മാ യുൻദറൂൻ. വീണ്ടും അല്ലാഹു പറയുന്നു, ഖുൽ, അവരോട് പറയുക, ഇന്നമാ ഉൻദിറുക്കും, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, അന്തറ, ഇന്ദാർ, മുന്നറിയിപ്പ് നൽകുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ നിരാകരിക്കുകയാണല്ലോ അവർ ചെയ്യുന്നത്. തിരുമേനി പറയുന്നതിനെ പരിഹസിക്കുകയാണല്ലോ അവരോട് പറയുന്നത്. അവരോട് പറയുക, ഇന്നമാ ഉൻദിറുക്കും, ഞാൻ നിങ്ങളോട് ഈ പറയുന്നതൊക്കെ ബിൽ വഹി, കൃത്യമായ ദൈവിക ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു തആല നൽകിയ ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഖുൽ, അവരോട് പറയുക, ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹി, ഞാൻ ഈ പറയുന്നതൊക്കെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത്, പാരത്രിക ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് പറയുന്നത്, മറ്റ് കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ എൻ്റെ ഇഷ്ടത്തോടുകൂടി പറയുന്നതല്ല. ഞാൻ എവിടുന്നെങ്കിലും എഴുതിക്കൊണ്ടുവന്ന് പറയുന്നതല്ല. പഴയ ഗ്രന്ഥങ്ങളിൽ നിന്ന് അത് വായിക്കാൻ എനിക്ക് അറിയില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. അങ്ങനെ എവിടെ നിന്നെങ്കിലും എടുത്തു കൊണ്ടുവന്ന് പറയുന്നതല്ല. അതും നമ്മൾ ആലോചിച്ച് നോക്കുക.
തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താ? വായിക്കാൻ അറിയില്ല എന്നതായിരുന്നു. എഴുതാനും വായിക്കാനും അദ്ദേഹം പഠിച്ചിട്ടില്ല. അതറിയുമായിരുന്നെങ്കിൽ അവരുടെ ആരോപണത്തിൻ്റെ ശക്തിക്ക് ഒന്നുകൂടി ശക്തിപ്പെടുമായിരുന്നു. എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ. അപ്പോൾ ഞാനിപ്പം നിങ്ങളോട് പറയുന്നത് ഞാൻ ആലോചിച്ചുണ്ടാക്കിയതല്ല. ഇന്നമാ ഉന്തിർക്കും ബിൽ വഹി, വളരെ കൃത്യമായ ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? വലാ യസ്മഉ സുമ്മു ഇദാ ദുആ ഇദാ മാ യുൻദറൂൻ. പൊട്ടന്മാർക്ക് ബധിരന്മാർക്ക്, ചെവി കേൾക്കാത്തവർ ആരുടെ മുന്നിൽ നിന്ന് പാട്ട് പാടിയിട്ട് എന്താ കാര്യം? അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സും, ചെവി കേൾക്കാത്ത ആളുകളോട്, വലാ യസ്മഉ സും, ചെവി കേൾക്കാത്ത ആളുകൾ കേൾക്കുകയില്ല. അദ്ദുആ, ഈ വിളികൾ. അവർക്ക് ചെവി ഉണ്ട്, അവർക്ക് സംസാരശേഷിയൊക്കെ ഉണ്ട്, പക്ഷേ ഇതവർ കേൾക്കുന്നില്ല. കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. അതുകൊണ്ട് അവരെ അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നത് ബധിരരെ പോലെയാണ്. ഒരു ബധിരന്, ഇപ്പോൾ ബധിരൻ ആയ ഒരാൾ വണ്ടി ഓടിച്ചു പോകുന്നു, ബാക്കിൽ നിന്ന് ആൾ ഇങ്ങനെ ഓണടിക്കുന്നു. എന്താ കാര്യം? ഈ ഓണടി ആൾ കേൾക്കൂലല്ലോ. ഇതാണ് അവസ്ഥ. ഇവരുടെ മുന്നിൽ ബധിരന്മാരുടെ അവസ്ഥയാണ്. വലാ യസ്മഉ സുമ്മു ദുആ, ഈ വിളി, ഈ ക്ഷണം, ഈ ദഅവത്ത്, ഈ പ്രബോധനം, ഈ ഉത്ബോധനം അവർ കേൾക്കുന്നില്ല. ഇദാ മാ യുൻദറൂൻ, അവർക്ക് മുന്നറിയിപ്പുകൾ നൽകപ്പെടുമ്പോൾ. അപ്പോൾ ആരും കേൾക്കുന്നില്ല. ഇങ്ങനെ പ്രവാചകന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോട് പറയാൻ? ചിലപ്പോൾ കണ്ടല്ലോ ഉമ്മക്ക് ദേഷ്യം പിടിച്ചിട്ട് ആരോട് പറയാൻ, അല്ലേ? ഈ ഒരു വർത്താനാണ്, ആരോട് പറയാൻ. കുട്ടികൾ കേൾക്കുന്നുണ്ട്, ആര് കേൾക്കാൻ? കേൾക്കാത്ത ഭാവം നടിച്ച് അങ്ങ് പോകും. മോനെ ഒന്ന് പീടിയെ പോകണമെന്ന് പറഞ്ഞാൽ ഹൂന്നറിയേണ്ട പോയി ഉണ്ടാവും. ഇതാണ് അവസ്ഥ. അവർ കേൾക്കുന്നില്ല. വലാ യസ്മഉ സും ദുആ ഇദാ മാ യുൻദറൂൻ, അവർക്ക് മുന്നറിയിപ്പുകൾ നൽകപ്പെടുന്ന സന്ദർഭത്തിൽ അവർ അത്, ഈ ബധിരരായ ആളുകൾ അത് കേൾക്കുന്നില്ല. ഖുൽ ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹി, അവരോട് പറയുക, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കൃത്യമായ വഹീകളുടെ ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു. വലാ യസ്മഉ സുമ്മു ദുആ, ബധിരരായ ആളുകൾക്ക് ഈ ഉത്ബോധനങ്ങൾ കേൾക്കുകയില്ല, കേൾക്കുന്നില്ല. ഇദാ മാ യുൻദറൂൻ, അവർ ഉത്ബോധനം നൽകപ്പെടുന്ന സന്ദർഭത്തിൽ. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. നമ്മളത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കൂട്ടമായി പറയേണ്ടതുണ്ട്, ഒറ്റക്ക് പറയേണ്ടതുണ്ട്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ മക്കാ സൂറകളുടെ പ്രത്യേകതകളൊക്കെ നോക്കിയാൽ ഇത്തരം സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ചില സൂറകൾ മൊത്തം അത് അഡ്രസ്സ് ചെയ്യാണ്. പക്ഷെ നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? നൂറുകണക്കിന് ആളുകൾ എന്താവുന്നുണ്ട്, ഇതിലൊക്കെ സംശയത്തോടു കൂടി ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകളാണ്. കാരണം ഇപ്പോഴുള്ള ഒരു ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഫോളോവർ ആയി കഴിഞ്ഞാൽ പിന്നെ അന്ധമായി അവർ പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഈ അന്ധതയിൽ നിന്ന് ചില ആളുകൾ ഒറ്റക്കൊറ്റക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. തിരിച്ചു വരണം. കാരണം പ്രകൃതി എന്ന് പറയുന്നത് ഈ സത്യമാണ്. അപ്പം അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവരോട് സംവദിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ വൽ തകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുങ്കർ. നിങ്ങൾ ചെയ്യേണ്ട പണി, ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ അന്ധവിശ്വാസങ്ങളിലേക്കും കുഫറുകളിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ടത് എന്തിനാ? വൽ തകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്ന് ഒരു ജനവിഭാഗം, ഒരു പറ്റം ആളുകൾ ഈ സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും ആളുകളെ ക്ഷണിക്കുന്ന, ആളുകളുടെ കൺഫ്യൂഷൻ ഒഴിവാക്കി കൊടുക്കുന്ന, അവരുടെ അവർക്ക് ബോധ്യം വരുന്ന രൂപത്തിൽ ഉള്ള സംസാരം, അങ്ങനെയുള്ള അതിൽ ഗവേഷണം നടത്തുകയും അതിൽ സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ അതുപോലെ ഉയർന്നു വന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരാൾക്ക് ബോധ്യം വന്നാൽ അവരിലൂടെ 100 ആളുകൾക്ക് ആ ബോധ്യമെത്തുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഈ സൂറ, ഈ സൂക്തങ്ങൾ
നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നാം ജീവിക്കുന്ന സമകാലിക കാലഘട്ടത്തിൽ ഈ സൂറ നമ്മിലേൽപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ മക്കളടക്കം അവർക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് നമുക്കും ബോധ്യം വരണം. ഈ പറയുന്ന മൗലികമായ കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് തോന്നും, ഇതെന്തിനാ അങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അല്ലേ? ഏതായത്തോതിയാലും ഇതേ സാധനം തന്നെ. അത് ഞാൻ ഖുർആൻ ക്ലാസ് എടുത്താലോ, സുബാൻ സാഹിബ് ഖുർആൻ ക്ലാസ് എടുത്താലോ, ഷൗക്കത്ത് സാഹിബ് എടുത്താലോ ഒക്കെ ഇത് തന്നെ പറയുന്നത്. ഏത് സൂറത്ത് എടുത്താലും ഇത് തന്നെ. ഇതെന്തിനാ അങ്ങനെ ആവർത്തിച്ച് പറയുന്നതെന്ന് തോന്നും. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കും, വിശുദ്ധ ഖുർആനിൽ ഒരേ സംഗതി പല സ്ഥലത്ത് പറയുന്നുണ്ടെങ്കിലും ആ പറയുന്ന സാഹചര്യം, ആ പറയുന്നതിനൊരു സബബുണ്ടാവും. ആ ഒരു പശ്ചാത്തലത്തിലാണ് അത് പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സംഗതികൾ സത്യനിഷേധികളുടെ ഒരു നിഷേധം, അവരുടെ ഒരു പരിഹാസം, എന്താ വരാത്തത് ആ എന്താ വരാത്തത് എന്ന പരിഹാസത്തിനുള്ള മറുപടിയാണ് ഈ പറയുന്നത്. പിന്നെ ചില കാര്യങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് സ്വാധീനിക്കും. വീണ്ടും ദിക്ർ എന്ന് പറഞ്ഞാൽ തന്നെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്യാനും ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ സന്ദേശം, അതിൻ്റെ ഒരു സവിശേഷത നമ്മൾ നോക്കുക. ഇപ്പോൾ ഇത്രയും ആളുകൾ ഈ ഒരു സമയത്ത്, ഇപ്പോൾ 6 മണിക്ക് രാത്രിയായി അല്ലേ, ഇപ്പോൾ 8, 9, 9:20 ഈ ഒരു സമയത്തും നമ്മളിങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തോ ഒരു വശ്യത ഉണ്ടല്ലോ ഖുർആനിന്. നമ്മളുടെ സമയം നമ്മൾ നീക്കി വെക്കുകയാണ്. ഇവിടെ മാത്രമല്ല, പലപ്പോഴും പല സംരംഭങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിലൂടെ ഈ കാലഘട്ടത്തിലും ഒരുപാട് വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മഹാന്മാരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇത് മനസ്സിലാക്കി അതിൻ്റെ അനുയായികളായി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ദിവ്യശക്തി, ഈ മഹാത്ഭുതം, ഈ ഒരു മുഅ്ജിസത്ത്, അതിൻ്റെ ഇജാസോടുകൂടി, അമാനുഷിക ശക്തിയോടുകൂടി ഈ ലോകത്ത് ഇപ്പോഴും ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ആ ജ്വലിച്ച് നിൽക്കുന്നതിൻ്റെ ജ്വാലയിൽ, ആ പ്രകാശത്തിൽ, ആ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻതത് തവ്വാബുർ റഹീം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.